നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കുക്കറിൽ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണി. 1.5 ഗ്ലാസ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. അത് ഈ ഗ്ലാസിൻ്റെ അളവിലാണ് എടുത്തേക്കുന്നത്. 1.5 ഗ്ലാസ് അരിക്ക് 3/4 ഗ്ലാസ് വെള്ളമേ നമുക്ക് ആവശ്യമുള്ളൂ. സാധാരണ നമ്മൾ ബസ്മതി അരി വേവിക്കുമ്പോൾ 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമ്മൾ ബസ്മതി അരി വേവിക്കാം. പക്ഷേ ഇത് നമ്മൾ കുക്കറിലിട്ട് വേവിക്കാൻ കുറച്ച് പെട്ടെന്ന് വേവുകയും ചെയ്യും. പിന്നെ നമ്മളിത് ചിക്കൻ കറിയിലേക്ക് ഇട്ടിട്ട് വേവിക്കുന്നത്. അപ്പോൾ ആ കറിയിൽ കുറച്ച് ഗ്രേവി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് 1.5 ഗ്ലാസ് അരിക്ക് അതിൻ്റെ പകുതി വെള്ളം നമുക്ക് ആവശ്യമുള്ളൂ. ചിക്കൻ കറി നമ്മൾ ബിരിയാണിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ചിക്കൻ കറി നമുക്ക് ബട്ടറിൽ ഉണ്ടാക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. 2 സവാള ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ പച്ചമുളക് ആവശ്യത്തിന് എടുക്കാം. ഞാൻ ഇവിടെ 1 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 തക്കാളി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ: 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന്, 2 ടേബിൾ സ്പൂൺ തൈര്, തക്കാളി. ഈ കറിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് തൈരും ചേർക്കുന്നുണ്ട്, തക്കാളിയും ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ കാഷ്നട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചെടുക്കുക, 1 നുള്ള സഫ്രോൺ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മസാലയാണ്. സാധാരണ നമ്മൾ ബിരിയാണി നമ്മൾ വെക്കുമ്പോൾ ബസ്മതി അരി നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് മസാലകൾ ഇട്ടിട്ടാണ് നമ്മൾ അരി വേവിച്ചെടുക്കുക. ഈ അരി നമ്മൾ ചിക്കൻ കറിയിലിട്ട് നമ്മൾ വേവിക്കുന്നതുകൊണ്ട് നമ്മൾ ചിക്കൻ കറി വെക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് ആ ബട്ടറിൽ ഇട്ടിട്ട് ഈ മസാലകളൊക്കെ ഒന്ന് വറുത്തിട്ട് വേണം സവാളയൊക്കെ ഇട്ടിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എല്ലാ മസാലകളും കുറേശ്ശെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നല്ല ജീരകവും എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ. പിന്നെ മല്ലിയില. ഇനി നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ചിട്ടൊന്ന് ചൂടാക്കുക. ഈ ചിക്കൻ കറി നമുക്കൊരു പകുതി വേവിക്കാം. പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് റൈസ് ചേർക്കണം. നമ്മുടെ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബട്ടർ ചേർക്കാം. ഈ ബട്ടർ നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ചേർക്കാം. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർക്കാം. എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വറക്കാം. സ്പൈസസ് ഒക്കെ ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കാഷ്നട്ട് ചേർക്കാം. അത് നമുക്ക് ബട്ടറിലിട്ടിട്ടൊന്ന് വറക്കാം. കാഷ്നട്ടും ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാളയും പച്ചമുളകും ചേർക്കാം. ഈ സവാള നല്ലൊരു ഗോൾഡൻ കളർ ആവണം. ആ സവാള പെട്ടെന്ന് ഗോൾഡൻ കളർ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് നമുക്ക് മുരിഞ്ഞ് കിട്ടും. ഇപ്പം നമ്മുടെ സവാള നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ആ സവാള എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിയണം, നല്ല ഗോൾഡൻ കളർ ആവണം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ സവാള ശരിക്കും നന്നായിട്ട് മുരിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് ചെറിയൊരു മധുരപ്പ് വരും. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇതും നമുക്ക് ഈ ബട്ടറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. അപ്പോൾ മല്ലിപ്പൊടിയും എണ്ണയിൽ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. നമുക്കിതിലേക്ക് ഗരം മസാല ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഈ തക്കാളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. നമ്മുടെ തക്കാളിക്ക് മസാലയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഈ തക്കാളി ഒന്ന് വേവിക്കാം.
മൂടി വയ്ക്കുമ്പോൾ നമുക്ക് വിസിലിട്ടിട്ട് മൂടി വയ്ക്കട്ടെ. അത് വേറെ ഒരടപ്പം വെച്ചിട്ടൊന്ന് മൂടി വയ്ക്കാം. ഈ തക്കാളി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. തക്കാളി നന്നായിട്ട് വേവാണ്ട് നമ്മൾ ചിക്കൻ ചേർത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ റബ്ബർ പോലെയാവും. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് തുടങ്ങണം. നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിക്കാം. ഈ ചിക്കൻ നമുക്ക് പകുതി വെന്താൽ മതി. ഇപ്പോൾ പകുതി നമ്മൾ റൈസിലിട്ടിട്ട് നമ്മൾ ചിക്കൻ വേവിക്കാം. അപ്പോൾ നമുക്കൊന്ന് മൂടി വയ്ക്കാം. എന്നിട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തൈര് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെയും മൂടി വെച്ചിട്ട് ചിക്കൻ നമുക്കൊരു പകുതി വേവിക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വയ്ക്കാം. ചിക്കൻ നന്നായിട്ട് ചൂടായിട്ട് ഇനി നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ തൈര് ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ചിക്കൻ നമുക്കൊന്ന് പകുതി വരെ വേവിക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് റൈസ് ചേർക്കാം. ആ ചിക്കൻ വേവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കണം. അല്ലെങ്കിൽ ചിക്കൻ്റെ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. ചിക്കൻ്റെ ഉള്ളിൽ നിന്നൊന്നും വെള്ളം പുറത്തേക്ക് വരില്ല. അപ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ചേർക്കാം. നന്നായിട്ട് നോക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് അരി ചേർക്കാം. ഈ അരി എപ്പോഴും ഈ ചിക്കൻ കറിയുടെ മുകളിൽ തന്നെ കിടക്കണം. നമ്മളിങ്ങനെ മൊത്തം ഇളക്കരുത്. അരി സൈഡിലേക്ക് തന്നെ ആക്കി കൊടുക്കാം. നമുക്ക് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. ഒരു നുള്ള് സഫ്രോൺ ചേർക്കാം. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ചേർത്താൽ മതി. നമുക്ക് അരിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് മുകളിൽ മാത്രം പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ എല്ലായിടത്തേക്കും ആവും. അടിയിൽ നിന്ന് ഇളക്കരുത്. ഒരു സമയം കുക്കറിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അരി അടിയിൽ പിടിക്കും. നമുക്കിതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഈ ബിരിയാണി നമുക്ക് വേവിക്കാം. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഓഫ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം നന്നായിട്ട് പോയി കഴിഞ്ഞിട്ട് മാത്രം തുറക്കാം. നമ്മളത് തുറന്ന വഴിക്കാൻ നമ്മൾ ഇളക്കരുത്. നമ്മളൊരു 10 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം നമുക്കത് ഇളക്കാൻ വേണ്ടിയിട്ട്. നമുക്കത് മൂടി വയ്ക്കാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. വിസിൽ നന്നായിട്ട് പുറത്തേക്ക് വരില്ല. ചെറുതായിട്ട് ഇങ്ങനെ വിസിൽ നിൽക്കുള്ളൂ. കാരണം ഇതിനകത്ത് അധികം വെള്ളം ഇല്ലാത്തനും വിസിൽ ശരിക്കും പുറത്തേക്ക് വരില്ല. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം നന്നായിട്ട് പോയി കഴിയുമ്പോൾ നമുക്കിത് തുറക്കാം.
കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ആവി നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറക്കാം. നമ്മുടെ ബിരിയാണിയിൽ റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇപ്പം നമ്മൾ തുറന്നിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ബിരിയാണിയുടെ അരിയുടെ വേവൊക്കെ കൃത്യം പാകമായിട്ടുണ്ട്. അത് വിസിൽ വന്നു കഴിയുമ്പോൾ സ്റ്റീം ശരിക്കും നന്നായിട്ട് പുറത്തേക്ക് പോവില്ല. ഇനി ചീറി നിൽക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കുറവായതുകൊണ്ട് വിസിൽ അധികം പുറത്തേക്ക് പോവില്ല. അപ്പോൾ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്യാം.